അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, സമ്പത്ത്, മക്കള് ഇതൊരു മനുഷ്യന് അലങ്കാരമാണ്, അനുഗ്രഹമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു ഭാഗത്ത് അള്ളാഹു പറയുന്നു സമ്പത്ത് അനുഗ്രഹമാണെന്ന്. എന്നാൽ അതേ ഖുർആനിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നു, അത് നല്ലതല്ല, അത് ഫിത്നയാണ്, അത് നിനക്കൊരു നാശമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഒരേ വിഷയത്തിൽ 2 ആയത്തുകൾ 2 സ്ഥലങ്ങളിലായി അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. സമ്പത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മനുഷ്യന് സമ്പത്തിനോട് വല്ലാത്ത ഒരാഗ്രഹം, വല്ലാത്ത ഒരു ആർത്തിയ. എപ്പോഴും അള്ളാഹുവിനോട് ഉസ്താദന്മാരൊക്കെ ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്നത് സമ്പത്തിൻ്റെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്, ദുആ ചെയ്യാൻ പറയുന്നത്. കച്ചവടമില്ല, ഗൾഫൊക്കെ വളരെ പ്രയാസത്തിലാണ്, ഇങ്ങനെ കിട്ടാൻ വേണ്ടി നല്ലപോലെ കിട്ടണം, അൽഹംദുലില്ലാ, ഇങ്ങോട്ട് കുറച്ച് സമ്പത്ത് കിട്ടണം, തിരിച്ചു കൊടുക്കാൻ എല്ലാവർക്കും വലിയ മടിയാണ്. എത്ര ഉള്ളവനും ഇല്ല എന്നാ പറയുക. ഉണ്ടെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? പറഞ്ഞങ്ങാതിമാരെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയും കോടിക്കണക്കിന് ആസ്തിയുള്ളവനും അൽഹംദുലില്ലാ ഉണ്ടെന്ന് പറയും. ഇപ്പോഴെന്താ പറയുക? ഇത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഇല്ല എണ്ണ. എന്താ ചിരിക്കണേ? വാശക എത്ര വലിയ സമ്പന്നനാണെങ്കിലും വയറ് നിറയൂല, നമ്മ ഖബറിലെത്തണം. അതാ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളുടെ അവസ്ഥയെക്കുറിച്ച് പഠിപ്പിച്ചത്, അവർ ഖബറിലെത്തിയാൽ എന്താവുള്ളൂ? മനുഷ്യൻ ഇതിനോടുള്ള ആർത്തി തീരുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു, പലരും സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്നവരാ. അള്ളാഹു ചിലർക്ക് സമ്പത്ത് കൊടുക്കുന്നു, ആ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്നവരുണ്ട്. വലിയ ആർഭാട ജീവിതങ്ങൾ നയിക്കുന്നവരുണ്ട്. ഞാനാണ് സർവ്വതും, എൻ്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആസ്വദിച്ച് ജീവിക്കുന്നവരുണ്ട്. എങ്കിൽ സമ്പത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ ദാരിദ്ര്യവും രണ്ടും വളരെ പരീക്ഷണം തന്നെയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന് വേണമെങ്കിൽ പായിപ്പാടുകാരെ മുഴുവനും സമ്പന്നന്മാരാക്കിക്കൂടെ? പറകാക്കന്മാരെ ആക്കിക്കൂടെ? അള്ളാഹിക്ക് വേണമെങ്കിൽ അംബാനിക്ക് കൊടുത്ത അള്ളാഹിക്ക് എന്ത് നമുക്കും തന്നൂടെ? എല്ലാവരെയും പണക്കാരാക്കാം. ഇല്ലെങ്കിൽ അള്ളാൻ എല്ലാത്തിനെയും പാവപ്പെട്ടവനെ ആക്കിക്കൂടെ? ഒരുത്തനും കൊടുക്കണ്ട, എല്ലാവരും പാവപ്പെട്ടവർ. എന്തിനാണ് അള്ളാഹു ചിലർക്ക് പണം കൊടുത്തു, ചിലർക്ക് ഒന്നും കൊടുത്തില്ല, ചിലർക്ക് രണ്ടിൻ്റെയും ഇടയിൽ ആവശ്യത്തിനുള്ളത് അള്ളാഹു കൊടുത്തു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണക്കാരെ കുറിച്ച് പറയുമ്പോൾ വിചാരിക്കും അപ്പോൾ പണക്കാർക്ക് മാത്രമുള്ളത്, ഞാൻ പാവപ്പെട്ടവൻ, എനിക്കൊന്നുമില്ലല്ലോ, ഞാൻ എന്തിനാ പേടിക്കണേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് പണം കൊടുക്കും, സമ്പത്ത് കൊടുക്കും, അഭിവൃദ്ധി കൊടുക്കും. എന്നിട്ട് ഒന്നുമില്ലാത്തവനെ അവൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കൊണ്ടുപോയി അള്ളാഹു പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സമ്പത്ത് കൊടുത്ത ഒരുത്തൻ, ഒരുപാട് കോടിക്കണക്കിന് പണമുള്ള ഒരുത്തൻ്റെ മുന്നിൽ അള്ളാഹു ഒന്നുമില്ലാത്തവനെ കൊണ്ടുപോയി ചോദിപ്പിക്കും. വല്ലതെന്താ? അവൻ വാതിലടയ്ക്കും, അല്ലെങ്കിൽ അവൻ മുഖം തിരിക്കും, അല്ലെങ്കിൽ കണ്ട പരിചയം പോലും കാണിക്കില്ല, അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പറയും, പിരിവുകാരെ കൊണ്ട് മടുത്തു. പറച്ചിലൊക്കെ കേൾക്കണം, പള്ളിയുടെ പിരിവിന് പോകുമ്പോഴൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കണതാ. പിരിവുകാരെ കൊണ്ട് മടുത്തു. പലരും വീടിന്റെ വാതിൽ പോലും തുറക്കുന്നില്ല. പരിചയമുള്ളവർ പോലും ചിരിച്ച് കളിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങ് പറഞ്ഞു തീർക്കുന്നു, ഒന്നും മിണ്ടണില്ല. അപ്പൊ അള്ളാഹു സമ്പത്ത് കൊടുത്തവന്റെ മുന്നിൽ ഒന്നുമില്ലാത്തവനെ കൊണ്ടുപോയി കാണിച്ച് പരീക്ഷിക്കും. 2, സമ്പത്തില്ലാത്തവൻ അള്ളാഹു പരീക്ഷിക്കുന്നത് എങ്ങനാ? അവന്റെ കണ്ണിന്റെ മുന്നിൽ സമ്പത്തുള്ളവൻ അള്ളാഹു കാണിച്ചു കൊടുക്കും. പടച്ചവനെ, അവൻ്റെ കയ്യിൽ എന്ത് സമ്പത്താ, എന്ത് പണം ഇല്ലേ, നമ്മൾ പാവങ്ങളൊന്നും ഇല്ലല്ലോ അല്ലാഹു. പടച്ചവനെ, നമുക്കിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലേ. കണ്ണിന്റെ മുന്നിലെ സമ്പത്ത്. അപ്പം നമ്മളെന്ത് പറയും? അവന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരിക്കാം, ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചതായിരിക്കാം. ഇപ്പം നമ്മൾ പറയും, പടച്ചവന് ഓൻ ആരെയോ പറ്റിച്ചതാ, അല്ലെങ്കിൽ എന്തൊക്കെ മോഷണവും മറ്റുള്ള പരിപാടികൾ നടത്തിയിട്ട് കഞ്ചാവ് കച്ചവടം എന്തുകൊണ്ട്, കള്ള് കച്ചവടം ഉണ്ട്, അങ്ങനത്തേതാ മറ്റേതാ മറിച്ചതാ. അപ്പോൾ നമ്മൾ അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടുപേരും തോറ്റുപോകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പന്നതയിൽ അഹന്തത നടിക്കുന്നവർ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു സമ്പന്നന്റെ കഥ പറഞ്ഞു തരികയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിന്റെ 6000-ൽ പരം വരുന്ന ആയത്തുകൾ, 114 അധ്യായങ്ങൾ. ആ പരിശുദ്ധമായ ഖുർആൻ വെറുതെ വെക്കാനുള്ളതല്ല, അതെടുത്ത് ഓതാനുള്ളതാണ്, പഠിക്കാനുള്ളതാണ്, അതിൻ്റെ അർത്ഥങ്ങൾ ഗ്രഹിക്കാനുള്ളതാ.
ആ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കുമ്പോ ഒരു മനുഷ്യന് സമ്പത്തിനോട് ആർത്തി വന്നു കഴിഞ്ഞാൽ, പണത്തിനോട് വല്ലാത്ത മോഹം വന്നു കഴിഞ്ഞാൽ, ഈ ദുനിയാവിന്റെ സുഖ ആഡംബരങ്ങളോട് വല്ലാത്ത കൊതി വന്നു കഴിഞ്ഞാൽ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അള്ളാഹു അവനെ തരം താഴ്ത്തുകയാണ്, അള്ളാഹു അവനെ നശിപ്പിച്ച് കളയുകയാണ്. എത്ര വലിയ പദവിയിലാകനായവനാകട്ടെ, പണ്ഡിതനാകട്ടെ, ഹാഫിദാകട്ടെ, ആലിമാകട്ടെ, പ്രഭാഷകനാകട്ടെ, ഇമാമാകട്ടെ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ഈ ദുനിയാവിനോടുള്ള മോഹം വന്നാൽ, സമ്പത്തിനോടുള്ള ആർത്തി വന്നു കളഞ്ഞാൽ അല്ലാഹു അവനെ തകർത്തു കളയുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും, ഇനി ഹാഫിളോ ആലിമോ എത്ര വലിയ പണ്ഡിതനോ ഹജ്ജ് ചെയ്തവനാകട്ടെ, ഹജറുൽ അസ്വദ് കെട്ടിപ്പിടിച്ച് കിടക്കുന്നവനാകട്ടെ, അവന് സമ്പത്തിനോടും ഈ ദുനിയാവിനോടുമുള്ള ആഗ്രഹവും ആർത്തിയും വന്നു കളഞ്ഞ അവന്റെ കാര്യം വല്ലാത്ത നഷ്ടമാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം ഞാൻ വെറുതെ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ചരിത്രം പറയുന്നുണ്ട്. സാധാരണ ഒരു മനുഷ്യന്റെ ചരിത്രമല്ല. ബല്ലാഗ് ഇബ്നു ബാഖൂർ എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ സാധാരണ ആളല്ല. അള്ളാഹുവിന്റെ അർശ് നോക്കിയിട്ട് ആകാശത്തേക്ക് നോക്കിയിരുന്നിട്ട് തൻ്റെ മുന്നിലിരിക്കുന്ന ശിഷ്യന്മാർക്ക് ക്ലാസ് എടുക്കുന്ന മഹാൻ. എന്നാലോചിക്കുക, നമ്മളൊക്കെ കിതാബ് നോക്കിയിട്ടില്ലേ പഠിപ്പിക്കുക? അദ്ദേഹം ഇങ്ങനെ ആകാശത്ത് നോക്കിയിട്ട് പഠിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, അസ്മാഉൽ ഹുസ്ന കാണാതറിയുന്ന ആള്, അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് അറിയുന്ന ആളാ, അള്ളാഹുവിന്റെ പേരുകൾ. അതും മാത്രമല്ല, അദ്ദേഹം അള്ളാഹുവിന്റെ മുന്നിൽ കൈ നീട്ടിയിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ ആ കൈ താഴ്ത്തുന്നതിന് മുമ്പ് അത് കിട്ടുമായിരുന്നു. അത്രയും വലിയ മഹാൻ. പക്ഷെ ആ മഹാൻ, ഖുർആൻ പറയുന്നു, അവൻ ചത്തുപോയത് പട്ടി ചത്തുപോയത് പോയതാണ് പറഞ്ഞ ഖുർആൻ എടുത്തു നോക്കിയാൽ കാണാം. അള്ളാഹു പറയുന്നുണ്ട്, അവൻ പട്ടി ചത്തുപോയതുപോലെ, നായിയെ പോലെ ചത്തുപോയി. എന്തുകൊണ്ട് സംഭവിച്ചു? എന്തേ അതിന്റെ കാരണം? എന്തേ ഇത്രയും വലിയ കൊലകൊമ്പനായ മനുഷ്യൻ ഇങ്ങനെ തീരാനുള്ള അവസ്ഥ എന്തേ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു. അവസാനം അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് എതിരായിട്ട് എല്ലാവരും കൂടി കുറച്ച് അധികാരം തരാം, സമ്പത്ത് തരാം, നിനക്ക് സുന്ദരികളായ പെണ്ണുങ്ങളെ തരാം, നിന്റെ ദുആയിക്ക് ഉത്തരമുണ്ടല്ലോ, മൂസായിക്ക് എതിരായിട്ട് നീ ദുആ ചെയ്യണമെന്ന് അവിടെ നിന്ന് ആൾക്കാര് മോഹവാഗ്ദാനങ്ങൾ നൽകിയിട്ട് ബല്ലാഗ് ഇബ്നു ബാഖൂർ എന്ന് പറയുന്ന മനുഷ്യന്റെ മുന്നിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് മൂസാ നബിക്ക് എതിരായി ദുആ ചെയ്തു. അവസാനം അങ്ങനെ ചരിത്രം പറയുന്നു, പട്ടിയ നായിയെ പോലെ ചത്തുപോയി എവിടെയോ കടന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദുനിയാവിനോടുള്ള ആർത്തി അങ്ങ് കൂടിയാൽ, സമ്പത്തിനോടുള്ള ആർത്തി അങ്ങ് കൂടിയാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മറന്നു പോവുകയാണ്. പലതും ഞാനും നിങ്ങളും മറന്നു പോകുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, പഠിച്ചവനെ, ചിലർക്ക് സമ്പത്ത് കൂടിക്കഴിഞ്ഞാൽ, അധികാരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത അഹങ്കാരമാണല്ലോ, വല്ലാത്ത ആഡംബര ജീവിതമാണല്ലോ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അതാ ഒരു മനുഷ്യനെ കുറിച്ച് സമ്പത്ത് അഹങ്കാരം നടിച്ചതിന്റെ പേരിൽ നശിക്കപ്പെട്ട് നശിച്ചുപോയ ഒരു മനുഷ്യന്റെ ഉദാഹരണ സഹിതം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച് നടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ എങ്ങനെയാണ് അള്ളാഹു നശിപ്പിച്ചത്, അവനെ തകർത്ത് കളഞ്ഞത് എങ്ങനെയാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് ഉദാഹരണ സഹിതം പറയുകയാണ്. ആരുടെ കാലഘട്ടത്തിലാ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ഇന്ന ഖാറൂന ഖാന മിന ഖൗമി മൂസാ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മൂസാ നബിയുടെ ജനതയിൽ പെട്ടവനാണ് ഖാറൂൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അതാ ജനതയിൽ പെട്ടവനായിരുന്നു. അവിടുന്ന് ഖുർആൻ പറയുകയാ മൂസാ നബിയുടെ കുടുംബത്തിൽ പെട്ടവനായിരുന്നു ഖാറൂൻ. അവിടുന്ന് ഹദീസ് നോക്ക്, അവിടുന്ന് പറയുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിൽ പെട്ടവനായിരുന്നു ഖാറൂൻ. അവന് തുടക്കത്തിൽ മൂസാ നബിയുടെ കൂടെയായിരുന്നു. നടക്കുന്നതും സർവ്വകാര്യങ്ങളും ചെയ്യുന്നതും മൂസാ നബിയുടെ കൂടെയാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെയാണ് അവൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ പടച്ചവനെ ഭൗതികവും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും പണവും ഇങ്ങനെ ഒരുപാട് ആ മനുഷ്യന് പിന്നീട് ഉണ്ടാകുമ്പോ ആ മനുഷ്യൻ അതാ പടച്ചവനെ മതിമറന്നു പോവുകയാണ്. അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുത്തു കഴിയുമ്പോ പടച്ചവനെ വന്ന വഴി മറന്നു പോകുന്ന പലരുമുണ്ട്. ഒന്നുമില്ലാതെ പായിപ്പാട് കടന്നു വന്നിട്ട് ഇന്ന് പടച്ചവൻ ഒരുപാട് സമ്പത്ത് കൊടുത്തവരുണ്ടല്ലോ. വലിയ കൊട്ടാരങ്ങളായല്ലോ, ഒരുപാട് ഷോപ്പുകളായല്ലോ, സഞ്ചരിക്കാൻ വാഹനമായല്ലോ, മുന്നിലും പുറകിലും നടക്കാൻ ആളുണ്ടായല്ലോ. പടച്ചവനെ അങ്ങനെ ഒന്നുമില്ലാതെ വന്നിരുന്നവര് പടച്ചവൻ അനുഗ്രഹം കൊടുത്തപ്പം മറന്നു പോകുന്നവരുണ്ട്. അല്ലാഹുവേ തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. പടച്ചവനെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഖാറൂനിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഖാറൂനും അങ്ങനെയായിരുന്നു, ഒന്നുമില്ലാത്തവനായിരുന്നു, പാവപ്പെട്ടവനായിരുന്നു, മൂസാ നബിയുടെ കൂടെ നടക്കുന്നവനായിരുന്നു. പക്ഷേ ആ ഖാറൂനിന് സമ്പത്ത് ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവന് സമ്പത്ത് കൊടുത്തപ്പോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പടച്ചവനെ അവന് പണക്കാരനാവുകയാണ്. അവന് സമ്പത്ത് അല്ലാഹു കൊടുക്കുകയാണ്. ആ പണം അവന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അവന്റെ സമ്പത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുകയാ. എങ്ങനെയാണ് അവന് സമ്പത്ത് വന്നതെന്നറിയുമോ? സമ്പത്ത് വന്നു വന്നു വല്ലാതെ അങ്ങ് കൂടുകയാണ്. അവന്റെ സമ്പത്തിനെ കുറിച്ച് ഖുർആൻ പറയുകയാ. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം വആതൈനാഹും മിനൽ കുനൂസ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ. ഇത് ഖാല ലഹു ഖൗമുഹു ലാ തഫറഖ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫാരിഹീൻ. പടച്ചവനെ ആരെങ്കിലും പറയുന്ന കണക്കല്ല. ആ ഖാറൂനിന്റെ കയ്യിലിരിക്കുന്ന സമ്പത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. പടച്ചവനെ അവന്റെ കയ്യിലിരിക്കുന്ന ഖജനാവിന്റെ താക്കോലുണ്ടല്ലോ, അവന്റെ ലോക്കറുകളുടെ ചാവികളുണ്ടല്ലോ, അവനവന്റെ പണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിന്റെ താക്കോലുകൾ ചുമക്കാൻ എത്രയോ ജനതകൾക്ക് ചുമക്കാൻ, വലിയ വലിയ സംഘങ്ങൾക്ക് ചുമക്കാനുള്ള താക്കോലുകൾ പോലും അവന്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ വീടിനകത്തിരിക്കുന്ന അലമാരിയുടെ താക്കോല്, നമ്മളൊക്കെ വീട്ടിൽ വെച്ചിരിക്കുന്ന വല്ല സ്വർണവും പൈസയും വെച്ചിരിക്കുന്ന അലമാരിയുടെ താക്കോല് കട്ടിലിനടിയിൽ വെക്കുന്നവരുണ്ട്, തലകണക്കടിയിൽ വെക്കുന്നവരുണ്ട്, അരയിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നവരുണ്ട്, കഴുത്തിൽ കെട്ടിയിട്ട് നടക്കുന്നവരുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ ചിരിക്കണേ? എന്താ ചിരിക്കണേ? എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബം ഞാൻ കണ്ടതാ, നേരിട്ട് കണ്ടതാ. അദ്ദേഹം പറയുന്നു, ഉസ്താദ് ഭാര്യയ്ക്ക് ചെലവിന് പോലും കൊടുക്കില്ല, കോടിക്കണക്കിന് ഇഷ്ടം പോലെയുണ്ട്, ഒരുപാട് ഏക്കർ കണക്കിന് വസ്തുവുണ്ട്, അത്രയ്ക്കും ജാഗയുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൂല, 5 പൈസ കൊടുക്കൂല. താക്കോൽ എവിടെയാ? കഴുത്തിൽ കെട്ടിയിട്ടിരിക്കുക, തുണിക്കകത്ത്. എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കണ്ടിട്ടുണ്ടോ അൻസാരി എണ്ണ അങ്ങനെ വല്ലതിന്? നിങ്ങൾ കണ്ടിട്ടുണ്ടാ? കൊടുക്കൂല, അരയിൽ കെട്ടിക്കൊണ്ട് നടക്കും താക്കോല്, ഒരെണ്ണവേ ഉള്ളൂ. ആകെ അവനുള്ള എന്താ, എന്തോ നക്കാപ്പി ചെയ്യണ്ട, അതുപോലും സൂക്ഷിക്കുന്ന ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഖാറൂനിന്റെ ലോക്കറിന്റെ താക്കോല് വലിയ സംഘങ്ങൾക്ക് ചുമക്കാനുള്ളത് അത്രയും ഉണ്ടായിരുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവൻ നല്ല രൂപത്തിൽ ജീവിച്ച് നല്ലവനായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ നടക്കുമ്പോൾ ഒരു നല്ല മനുഷ്യനായിരുന്നു. അവിടെ നിന്ന് ചരിത്രം പറയുകയാ. എന്നാൽ പിന്നീട് അവന് ധനമുണ്ടായപ്പോൾ, സമ്പത്ത് ഒരുപാട് വന്നപ്പോൾ പിന്നെ തോന്നിവാസം കൂടി. അതങ്ങനാണല്ലോ, പണം കൂടിക്കഴിയുമ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊന്നുമില്ല. എന്തുപ്പാ ഇല്ലേ, പലതും പറയണമെന്നുണ്ട്. ലൈവായതുകൊണ്ട് ഞാൻ പറയണില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.